എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. 1581 ഏപ്രിൽ 24 ഫ്രാൻസിലെ ലെപ്പോയ് എന്ന ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിലാണ് വിൻസെന്റ് ഡി പോൾ ജനിച്ചത്. ഇന്ന് ഈ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ വിശുദ്ധന്റെ നാമത്തിലാണ്. പാവപ്പെട്ടവരോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നിയിരുന്ന വിൻസെന്റ് ഡി പോളിൽ ചെറുപ്രായത്തിൽ തന്നെ സ്നേഹത്തിന്റെ പൂർണ്ണത കണ്ടിരുന്നു. സഹാനുഭൂതിയും അനുകമ്പയും അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. വിശുദ്ധിയുടെ വിത്തുകൾ അവന്റെ ഉള്ളിൽ നിറച്ചത് യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അവന്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സഹായത്തോടെ അവന്റെ മാതാപിതാക്കൾ അവന് വിദ്യാഭ്യാസം നൽകി. പഠനത്തിൽ മിടുക്കനായിരുന്ന വിൻസെന്റ് അടുത്തുള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിച്ചും തന്റെ വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തി. 15-ാം വയസ്സിൽ തന്നെ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ച അദ്ദേഹം 1600 പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് കുറച്ചു കാലം തുളൂസിൽ അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തു. 1605 മാർസെയിൽസിൽ നിന്ന് നർബോണിലേക്ക് ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തുർക്കിയിലെ കടൽക്കൊള്ളക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും ടുണീഷ്യയിലേക്ക് കൊണ്ടുവന്ന് അടിമയായി വിൽക്കുകയും ചെയ്തു. ഏതാണ്ട് 1607 വരെ വിശുദ്ധന്റെ അടിമത്വം തുടർന്നു. ഈ കാലയളവിൽ വിശുദ്ധൻ തന്റെ യജമാനനെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തോടൊപ്പം ടുണീഷ്യയിൽ നിന്നും രക്ഷപ്പെടുകയും ഇരുവരും ഫ്രാൻസിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്ന് തന്റെ പഠനം തുടരാൻ അദ്ദേഹം അവിഞ്ഞോണിലേക്കും അവിടെ നിന്ന് റോമിലേക്കും പോയി. അവിടെ അദ്ദേഹം ഗോയിഗ്നിയിലെ പ്രഭുവിന്റെ ചാപ്ലൈനായി തീരുകയും അർഹരായ പാവപ്പെട്ടവർക്ക് ധനസഹായം ചെയ്യുന്നതിനുള്ള ചുമതല നൽകപ്പെടുകയും ചെയ്തു. അധ്യാപകനായും ആത്മീയ പിതാവായും സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ അദ്ദേഹം ചുരുങ്ങിയ കാലത്തേക്ക് ക്ലിച്ചിയിലെ ഒരു ചെറിയ ഇടവകയുടെ വികാരിയായി. പിന്നീട് വിശുദ്ധൻ ഫ്രാൻസിലെ ഉന്നത കുടുംബങ്ങളുടെ ആത്മീയ ഗുരുവായും അധ്യാപകനായും സേവനം ചെയ്തു. വിൻസെന്റ് പുരോഹിത വൃത്തി തിരഞ്ഞെടുത്തത് തന്റെ ആർഭാടകരമായ ജീവിതത്തിന് വേണ്ടിയായിരുന്നെങ്കിലും മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു കർഷകന്റെ കുമ്പസാരം അദ്ദേഹത്തിൽ വലിയ മനപരിവർത്തനത്തിന് കാരണമായി. തുടർന്ന് പാവങ്ങളോട് അനുകമ്പ നിറഞ്ഞ മനസ്സുമായി വിൻസെന്റ് ദരിദ്രർക്കായി നിരവധി ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും അവരെ സാമ്പത്തികമായും ആത്മീയമായും സഹായിക്കാൻ ധാരാളം സ്ഥാപനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. കപ്പലുകളിലെ തണ്ടുവലിക്കാൻ വിധിക്കപ്പെട്ട കുറ്റവാളികൾക്കിടയിലും അദ്ദേഹം തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപ്രദേശങ്ങളിൽ സുവിശേഷ വേലയ്ക്കുള്ള പുരോഹിതരുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനായി 1625 വിൻസെന്റ് കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ എന്ന സന്യാസ സമൂഹം സ്ഥാപിച്ചു. അതിനുശേഷം അധികം താമസിയാതെ പിൽക്കാലത്ത് വിശുദ്ധയായി തീർന്ന ലൂയിസ് ടി മറിലാക്കുമായി ചേർന്ന് രോഗികളുടെയും പാവങ്ങളുടെയും തടവുകാരുടെയും ഇടയിൽ സേവനം ചെയ്യുന്നതിനായി ആദ്യത്തെ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. ലൂയിസ് ടി മറിലാക്കിന്റെ മേൽനോട്ടത്തിന് കീഴിൽ ആ സന്യാസിനി സമൂഹം ജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വരുക്കൂട്ടുകയും വിൻസെന്റ് അത് ആവശ്യക്കാർക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ഈ സംഭാവനകൾ ഉപയോഗിച്ച് അനാഥരായ കുട്ടികൾക്കായി അനാഥമന്ദിരവും വൃദ്ധമന്ദിരവും ഏതാണ്ട് 40,000-ഓളം വരുന്ന പാവപ്പെട്ടവർക്ക് താമസിക്കാനും ജോലി ചെയ്യുവാനുമുള്ള വിശാലമായ ഒരു പാർപ്പിട സമുച്ചയവും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. കൂടാതെ അഭയാർത്ഥികളെ സഹായിക്കാനും അടിമകളായി വിൽക്കപ്പെടുന്നവരെ മോചിപ്പിക്കുന്നതിനും കൂടി ഈ സംഭാവനകൾ വിനിയോഗിച്ചു. തന്റെ ഈ നേട്ടങ്ങൾ കാരണം ജീവിതകാലം മുഴുവൻ വിൻസെന്റ് ഡി പോൾ ഒരുപാട് ആദരിക്കപ്പെട്ടുവെങ്കിലും ആ വൈദികൻ തന്റെ എളിമയും വിനയവും ഒരിക്കലും കൈവെടിഞ്ഞിരുന്നില്ല. ദരിദ്രരെ സഹായിക്കുവാനും തിരുസഭയെ ശക്തിപ്പെടുത്തുവാനുമാണ് അദ്ദേഹം തന്റെ പ്രശസ്തിയെ ഉപയോഗിച്ചത്. ദൈവസ്നേഹത്തിന്റെ സാർവലൗകികതയെയും ദിവ്യകാരുണ്യ സ്വീകരണത്തെയും നിരാകരിക്കുന്ന ജാൻസണിസം എന്ന മതവിരുദ്ധവാദത്തിന്റെ ശക്തനായ എതിരാളിയായിരുന്നു വിൻസെന്റ് ഡി പോൾ. ഫ്രാൻസിലെ നിരവധി ആത്മീയ സഭകളുടെ നവീകരണത്തിലും വിശുദ്ധൻ പങ്കാളിയായിട്ടുണ്ട്. തന്റെ 80-ാമത്തെ വയസ്സിൽ ഗുരുതരമായ ഒരു പനി അദ്ദേഹത്തെ ബാധിച്ചു. എങ്കിലും രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനും മണിക്കൂറുകളോളം പ്രവർത്തിക്കുന്നതിനും അദ്ദേഹം വീഴ്ച വരുത്തിയില്ല. എല്ലാവരെയും അനുഗ്രഹിക്കുകയും അന്ത്യകൂദാശകൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് 1660 സെപ്റ്റംബർ 27 അദ്ദേഹം തന്റെ നിത്യസമ്മാനത്തിനായി ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണശേഷം ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. 1712 അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ 52 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശരീരം കേടുകൂടാതെയിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. പിന്നീട് 1729 ഓഗസ്റ്റ് 13 ബെനഡിക്ട് 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1737 ജൂൺ 16 ക്ലെമന്റ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. 1835 ഫ്രഞ്ച് പണ്ഡിതനും വാഴ്ത്തപ്പെട്ടവനുമായ ഫ്രെഡറിക് ഓസാനാം വിശുദ്ധനെ പ്രചോദനമായി കണ്ടുകൊണ്ട് വിശുദ്ധന്റെ നാമത്തിൽ പാവങ്ങളുടെ ആശ്വാസത്തിനായി പ്രവർത്തിക്കുന്ന വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി.
സംഘടനകളുടെയും സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ വിൻസെന്റ് പോൾ. എല്ലാ സാധുജന സേവന സംഘങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥനായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത് ലിയോ 13 മാർപ്പാപ്പയാണ്. നിങ്ങൾ കണ്ടുമുട്ടുന്ന അവസാനത്തെ ആൾക്കും ഒരു സഹായവും നിങ്ങളിൽ നിന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നതുവരെ അവരെ സഹായിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ ഓർക്കുക. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. വിശുദ്ധരായ സകലരുമേ Rejoice in the Lord. Let's clap our hands and make a joyful noise, yeah. Let's sing unto Him. Our God is faithful, our God is so good. Since the day that I met my Savior, found such joy no words can express. I found a purpose for living, I'm living for Jesus. Oh. He turned my mourning into dancing.
Trust in His word, for His mercies, they will never end. Rejoice in the Lord. Let's clap our hands and make a joyful noise, yeah. Let's sing unto Him. Our God is faithful, our God is so good. Rejoice in the Lord always. And again I say rejoice. Rejoice in the Lord always. And again I say rejoice. Rejoice in the Lord always. And again I say rejoice. Rejoice in the Lord always. And again I say rejoice. Rejoice, rejoice. And again I say rejoice. Rejoice, rejoice. Clothed me with garments of praise. You filled my heart with joy. It's overflowing. Surely your goodness and your mercy shall follow me all my days. I shall dwell in the house of my God all my life, for all eternity. Rejoice with the heaven today for the gift of Saint Vincent de Paul. We praise you, Lord Jesus, this day. Teach us to trace your footprints. Rejoice with the heaven today for the gift of Saint Vincent de Paul. We praise you, Lord Jesus. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശ്വസിന്റെ കൊണ്ട് മാധ്യസ്ഥവും നാം എല്ലാവരും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉടനെ നമുക്ക് എല്ലാവർക്കും പേരഷാടുകളും നേർച്ച ഭക്ഷണം ആസ്വദിക്കുന്ന സമയമാണ്. എല്ലാവരും നാടിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന് ഓർമ്മിക്കും.
ഇപ്പോൾ നിന്നാമമെത്രയോ ധന്യം മഹാത്മാ നിൻ പാദയത്രയോ മഹനീയം വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും അപരനിൽ ക്രിസ്തുവിൻ രൂപത്തെ ദർശിച്ച് ലോകത്തെ സേവിച്ച വിശുദ്ധനാം വിൻസെന്റ് ഇപ്പോൾ നേട്ടങ്ങൾ തേടി നീ ദൂരങ്ങൾ താണ്ടി എന്നാലും താതൻ തലോടിയ നേരം ഈ ലോക നേട്ടങ്ങൾ കോട്ടമായി കണ്ടു നീ ജീവിതം താതനു കാഴ്ച നൽകി ജീവിതം താതനു കാഴ്ച നൽകി വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും ധനമാർഗം തേടി നീ ദാരിദ്ര്യമൊഴിവാക്കാൻ എന്നാലും കർത്താവ് കൂടെ വന്നപ്പോൾ ദരിദ്രരെ ദൈവത്തിൻ ധനമായി കണ്ടു നീ ജീവിതം അവർക്കായി ഒഴിഞ്ഞുവെച്ചു ജീവിതം അവർക്കായി ഒഴിഞ്ഞുവെച്ചു വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും അധികാരം തേടി നീ മോഹങ്ങൾ പൂവണിയാൻ എന്നാലും ആത്മാവിൽ പൂരിതനായപ്പോൾ അധികാര ദുർവൃത്തി ദോഷമായി കണ്ടു നീ ജീവിതം നന്മയ്ക്കായി വിട്ടു നൽകി ജീവിതം നന്മയ്ക്കായി വിട്ടു നൽകി അപരനിൽ ക്രിസ്തുവിൻ രൂപത്തെ ദർശിച്ച് ലോകത്തെ സേവിച്ച വിശുദ്ധനാം വിൻസെന്റ് ഇപ്പോൾ നിന്നാമമെത്രയോ ധന്യം മഹാത്മാ നിൻ പാദയത്രയോ മഹനീയം വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും വാഴ്ത്തുന്നു ഞങ്ങൾ വണങ്ങുന്നു നിന്നെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും
വിൻസെന്റ് പോൾ. എന്നാലും താതൻ തലോടിയ നേരം ഈ ലോക നേട്ടങ്ങൾ കോട്ടമായി കണ്ടു നീ ജീവിതം താതനു കാഴ്ച നൽകി. ജീവിതം താതനു കാഴ്ച നൽകി. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു നിന്നെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു നിന്നെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും. ദാരിദ്ര്യമൊഴിവാക്കാൻ എന്നാലും കർത്താവ് കൂടെ വന്നപ്പോൾ ദരിദ്രരെ ദൈവത്തിൻ ധനമായി കണ്ടു നീ ജീവിതം അവർക്കായി ഒഴിഞ്ഞുവച്ചു. ജീവിതം അവർക്കായി ഒഴിഞ്ഞുവച്ചു. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു നിന്നെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു നിന്നെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും. അധികാരം തേടി നീ മോഹങ്ങൾ പൂവണിയാൻ എന്നാലും ആത്മാവിൽ പൂരിതനായപ്പോൾ അധികാര ദുർവൃത്തി ദോഷമായി കണ്ടു നീ ജീവിതം നന്മയ്ക്കായി വിട്ടു നൽകി. ജീവിതം നന്മയ്ക്കായി വിട്ടു നൽകി. അപരനിൽ ക്രിസ്തുവിൻ രൂപത്തെ ദർശിച്ച് ലോകത്തെ സേവിച്ച വിശുദ്ധനാം വിൻസെന്റ് പോൾ. നിന്നാമമെത്രയോ ധന്യം മഹാത്മാ, നിൻ പാദയത്രയോ മഹനീയം. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു നിന്നെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു നിന്നെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും. അപരനിൽ ക്രിസ്തുവിൻ രൂപത്തെ ദർശിച്ച് ലോകത്തെ സേവിച്ച വിശുദ്ധനാം വിൻസെന്റ് പോൾ. നിന്നാമമെത്രയോ ധന്യം മഹാത്മാ, നിൻ പാദയത്രയോ മഹനീയം. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു നിന്നെ, പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായെന്നും. വാഴ്ത്തുന്നു ഞങ്ങൾ, വണങ്ങുന്നു
വിശുദ്ധനാം വിൻസെന്റ് പോൾ.